തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 13 സംഭവിച്ച ദിവ്യകാരുണ്യാടയാളത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചതായി അതിരൂപത പ്രോട്ടോ സിഞ്ചേലൂസ് ആന്റണി മുതുകുന്നേൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞുവന്ന അസാധാരണ സംഭവമാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകൾ തിരുവോസ്തി ദർശിക്കാനായി എത്തിയിരുന്നുവെന്നും 2013 നവംബർ 17 ഇത് തലശ്ശേരി ബിഷപ്പ് ഹൌസിലേക്ക് കൊണ്ടുവന്ന് രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ലെയോപോൾ ഡോക്ടർ ജി റെല്ലി വിളക്കുന്നൂരിൽ വെച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അത് കുർബാനയുടെ മധ്യേ അതിലൊരു അത്ഭുതം നടന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ യേശുവിൻ്റെ മുഖം ഈ ഓസ്തിയിൽ തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. പക്ഷേ അത് 2013 നടന്നതാണെങ്കിലും കത്തോലിക്കാ സഭ ഒരിക്കലും ഒരു അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കാറില്ല. അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തും. നമുക്കറിയാം, ഈ കാലഘട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻസ് അതിന് നടന്നിട്ടുണ്ടോ, കൃത്രിമത്വം നടന്നിട്ടുണ്ടോ? കൃത്രിമത്വം നടന്നിട്ടുള്ള ഒരു കാര്യവും ഒരു അത്ഭുതകരമായിട്ടുള്ള അടയാളമായിട്ട് സഭ അംഗീകരിക്കാറില്ല. അതുകൊണ്ട് ഈ കാലയളവിൽ ഏതാണ്ട് 12 വർഷക്കാലം അതിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി. അങ്ങനെ പഠനങ്ങൾ നടത്തി ഇപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഔദ്യോഗികമായി അതൊരു ദിവ്യകാരുണ്യ അടയാളം, ഒരു അത്ഭുതകരമായ ഒരു അടയാളമായി അതിനെ വ്യാഖ്യാനിക്കാമെന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ നൊൻഷ്യോ സ്ഥാനപതി, വത്തിക്കാൻ സ്ഥാനപതി ഈ 31-ാം തീയതി ഇവിടെ വന്ന് ഔദ്യോഗികമായി വിളക്കന്നൂർ ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഈ ഓസ്തി അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു ദിവസമാണ്. ഫാദർ ജോസഫ് മുട്ടത്തുകുന്നൽ, ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ തോമസ് കീഴാരത്തിൽ, ഫാദർ ജോസഫ് ഓരഞ്ഞേൽ, ടോമി കണിവേലിൽ, സണ്ണി പുത്തനാംതടത്തിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.